ദാ ഒരു ചെറിയ നീട്ടിലുണ്ടാവും കേട്ടോ. നീറ്റിലൊക്കെ നിങ്ങൾ പെൺകുട്ടിയൊക്കെയല്ലേ, ഞാൻ നല്ല അസല ആൺകുട്ടിയാ. അപ്പോ ആണുങ്ങൾക്ക് നീട്ടിലുണ്ടാവും അല്ലേ? നീറൊന്ന് പറയട്ടെ പണ്ടാരം. അപ്പൊ അതല്ല അങ്ങോട്ട് പറഞ്ഞത്. എന്തായാലും അബദ്ധം പറ്റി, ഇനി പാതി പിടിച്ച് കയറണ്ട. അതെ, റോഷൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. അതിന്റെ മുമ്പ് നമുക്ക് പ്ലാൻ ഇടണ്ടേ? പ്ലാനാ? ആഹാ എടാ, റോഷൻ വന്ന് ചോദിക്കുമ്പോ നിന്റെ കൈനും മുഖത്തിനൊക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നീ എന്താ പറയാ ഉദ്ദേശിച്ചേ? ഓ, അതിനൊരു കള്ളം കണ്ടുപിടിക്കണമല്ലോ. ക്രിക്കറ്റ് കളിച്ചപ്പോ പറ്റിയാന്ന് പറഞ്ഞാലോ? ക്രിക്കറ്റ് പോയിട്ട് കുട്ടിയും കോലും പോലും ഞാൻ കുട്ടിക്കാലത്ത് കളിച്ച് എൻ്റെ ശരീരത്തെ കുത്തുപിടിച്ചിട്ടില്ല എന്ന് റോച്ചിന് നന്നായിട്ട് അറിയാം. പിന്നെ എന്ത് പറയും? ആക്സിഡന്റ് പറ്റിയാണെന്ന് പറയാം. അത് കൊള്ളാം. റോഷൻ ചിലപ്പോ വിശ്വസിക്കും. പക്ഷെ എന്ത് തട്ടിന്ന് പറയും? ബൈക്ക് അടിച്ചാണെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ടിപ്പർ അടിച്ചാന്ന് പറയാം. പിന്നെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ബുൾഡോസർ അടിച്ചാണെന്ന് പറയാം. അതിന് എനിക്കറിയാം ബുൾഡോസർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. വണ്ടി ഞാൻ പറഞ്ഞോളാം, നീ കയറി ഇംപ്രൈസ് ചെയ്ത് കൊളാക്കാണ്ടിരുന്നാ മതി. ഇതെന്ത് പറ്റി? ടോണിക്ക് ചെറിയൊരു ആക്സിഡന്റ്. എന്തത്? എന്താ മുന്നേ സംഭവിച്ചത്? അത് പിന്നെ ഞാനിങ്ങനെ ചുമ്മാ റോഡിൽ കൂടെ നടന്നു വന്നപ്പോൾ വെറുതെ അതുവഴി വന്നൊരു കാറ് വെറുതെ എൻ്റെ നേരത്തെ കിട്ടിയതാ. ഇതുവരെ ഉള്ളതെല്ലാം വെറുതെ ആയിരുന്നല്ലോ, പക്ഷെ എൻ്റെ വീഴ്ച മാത്രം ഭയങ്കരമായിപ്പോയി. കണ്ണിൻ്റെ അടിയിലൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അവിടെ മാത്രമല്ല, കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ? ഇല്ല. അത് പറ്റില്ല, വാ നീ വന്നേ. അയ്യോ റോയ്ച്ച, ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. ഹീസ് ഓൾ റൈറ്റ്. വല്ല പെമ്പിള്ളേരും വായ നോക്കി പോയതായിരിക്കും അല്ലേ? ഇല്ല റോയിച്ച, സത്യം ഞാനിപ്പോൾ അങ്ങനെയൊന്നും പോകാറില്ല. ഏത് തെണ്ടിയാ വണ്ടിയിലുണ്ടായിരുന്നത്? അത് കണ്ടില്ല, ഇടിച്ചിട്ട് നിർത്താതെ പോവാ ചെയ്ത്. അവനെയൊക്കെ എൻ്റെ കൈ കിട്ടിയാണല്ലോ മേലെ വണ്ടി ഓടിക്കാത്ത വിധത്തിലേ ആക്കി കൊടുത്തനെ. അയ്യോ, ദേ ആനന്ദിന്റെ ഷോ. വെറും 999 രൂപ മുടക്കൂ, ഇത് സ്വന്തമാക്കൂ, സമാധാനം എന്തെന്ന് തിരിച്ചറിയൂ. കൂടെ എന്റെ ഈ പ്രോഗ്രാം സ്ഥിരമായി കാണൂ, എന്നെ ആസ്വദിക്കൂ. പിന്നെ മണ്ടത്തരം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ അവൻ മണ്ടത്തരം അടിക്കുമെന്ന്. ചേടാ, ഇവന്റെ ഒരു കാര്യം. അവനോടെ ഈയിടെയായിട്ട് സാർ ലേറ്റ് ആയിട്ടാ വരാറ്. ഡിസ്കഷൻ. അവൻ രക്ഷപ്പെടട്ടെ അല്ലേടാ ടോണി. മോൻ കിടന്നോ? ക്ഷീണം ഉണ്ടാവൂലേ? ക്ഷീണം ഉണ്ടോന്നോ? ദേഹം മുഴുവൻ ഇടിച്ചു നോക്കണ വേദന. എന്നാലും അവന്മാർ എന്ത് ഇടിയാടാ ഇടിച്ചത്? അല്ല റോയിച്ച, അത് എന്താ? അത് പിന്നെ കാറുകാരൻ എന്തൊരു ഇടിയാ ഇടിച്ചതെന്ന് പറയുമായിരുന്നു പാറു. അവനോടൊക്കെ ദൈവം ചോദിച്ചോളും, അല്ലാതെ ഇവന്മാരെയൊക്കെ നമ്മുടെ കൈ കിട്ടോ? റെസ്റ്റ് പൊട്ടി നിന്നോട് ഞാൻ പറഞ്ഞു. പത്രം തുറന്നു കഴിഞ്ഞാൽ വെട്ടും കൊലപാതകം മാത്രം. നമ്മളൊക്കെ പണിയൊതുക്കി വീട്ടിൽ കയറിയപ്പോൾ പിള്ളേര് പുതിയ പണി തുടങ്ങി. കോഫി എങ്ങനെയുണ്ട് റോയ്ച്ച? കൊള്ളാലോടി, നീ പസിൽ വീട്ടമ്മയല്ലോ. സാറുണ്ടായിരുന്നപ്പോ ഒന്നും അറിയണ്ടായിരുന്നു. ശരിയാ, എന്നാലും നമ്മളെയൊക്കെ എത്ര പെട്ടെന്ന് മറക്കാൻ അവൾക്കെങ്ങനെ കഴിഞ്ഞല്ലേ? ഇതുവരെ അവളൊന്നും വിളിച്ചും പോലില്ല റോയ്ച്ച. വിളിക്കണ്ട, അവള് പോട്ടെ, പോയി ജീവിക്കട്ടെ. ആരാ റോയ്ച്ചത്? ഇത് സണ്ണിച്ചായ, ഞങ്ങളുടെ വകയിലൊരു ചായ. ആഹാ, ഇതാണോ ടോണി നിന്റെ സണ്ണിച്ചായൻ? ആര് പറഞ്ഞിട്ട് ചായ വന്നത്? ഞാനല്ല, എനിക്കറിയില്ല. സത്യം പറയണം, നിനക്ക് ഇന്നലെ എന്താ പറ്റിയത്? ഒരു ആക്സിഡന്റ് ആയിരുന്നോ അത്? ഞാൻ പോയി സണ്ണിച്ചായനെ കൂട്ടിയിട്ട് വരാം.